സാറേ, ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് രാജീവിന്റെ ടീമിൽ ആരെല്ലാം ഉണ്ടാകുമെന്നാണ്. പല പേരുകളും ഉയർന്നു വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഷോൺ ജോർജ് ആണ്. പിന്നീട് രണ്ടാമത് ഉയർന്നു വരുന്ന പേര് അത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വലിയ പങ്കുവച്ച അനീഷ് കുമാറാണ്. പിന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് പേരാണ് വി രാജേഷും എസ് സുരേഷും. ഈ പേരുകളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എല്ലാവരും യുവമുഖങ്ങളാണ്. ഇവർ പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്താൽ എന്തെങ്കിലും മാറ്റം കേരളത്തിൽ ഉണ്ടാകുമോ? അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഷോൺ ജോർജ് നമ്മൾ മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾ, PC ജോർജിൻ്റെ മകൻ, അങ്ങനെയൊക്കെ കുറേ മെരിറ്റ് ഉണ്ടാകും. പിന്നെ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹത്തിന് അങ്ങനെ കുറേ മെരിറ്റുള്ള ഒരാളാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിച്ച ഒരു മെരിറ്റ് നമ്മുടെ തൃശ്ശൂരിൽ അന്വേഷണം നടപ്പുണ്ട്. അയാൾ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ജില്ലാ പ്രസിഡൻ്റാണ്. BJPക്ക് തൃശ്ശൂരിൽ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരും വരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് 2 പേരാണ് വന്നത്. സുരേഷാണ് നേരത്തെ മുൻ ജില്ലാ പ്രസിഡൻറ്റും. രണ്ടാമത്തെ വി രാജേഷ്. പക്ഷേ വി രാജേഷിന് വരുമോ എന്ന് അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ചില പോസ്റ്ററുകൾ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. വി രാജേഷിൻ്റെ വീട്ടിൻ്റെ മുന്നിലും പിന്നെ നമ്മുടെ BJP സംസ്ഥാന ഓഫീസിൻ്റെ മുന്നിലും ജില്ലാ ഓഫീസിന് മുന്നിലൊക്കെ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. അത് വി രാജേഷിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമോ എന്നുള്ള ഭയപ്പെട്ടാണോ എന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോൾ ഇന്നറായിട്ട് ആരെങ്കിലും ചെയ്തതായിരിക്കും. സുരേഷ് നല്ല കാൻഡിഡേറ്റാണ്. സുരേഷ് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തും ഒക്കെ പരിചയമുള്ള സെക്രട്ടറിയും കൂടെ ആണല്ലോ. നന്നായി നല്ല പ്രാസംഗികനാണ്. നന്നായിട്ട് കോർഡിനേറ്റ്, നേരത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ ഇവർ 4 പേരും മിടുക്കന്മാരാണ്. പിന്നെ ഒരു റീജിയൽ പ്രാതിനിധ്യമൊക്കെ നോക്കുമല്ലോ. മതത്തിൻ്റെ ജാതിയുടെ പ്രാതിനിധ്യം നോക്കും. പിന്നെ റീജിയൽ പ്രാതിനിധ്യം ഇപ്പം നായരാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പം എല്ലാം നോക്കും. രാഷ്ട്രീയമാകുമ്പോൾ എല്ലാം നോക്കേണ്ടി എല്ലാ വിഭാഗക്കാർക്കും ഇത് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ തരത്തിലേക്ക് ഒരു ഇക്വേഷനായിരിക്കും വരാൻ സാധ്യതയുള്ളത്. പഴയ നേതാക്കളെ മുഴുവൻ ഒഴിവാക്കാനാണ് സാധ്യത കൂടുതലും. എനിക്ക് തോന്നുന്നു കുറേ പ്രൊഫഷണൽ ആവാനാണ് സാധ്യത. യൂത്ത് ആൻഡ് പ്രൊഫഷണൽ, ഇത് രണ്ടും വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു റീഡിങ് അനുസരിച്ച് കുറേ യൂത്തിനെ കയറ്റും, കുറച്ച് പ്രൊഫഷണലുകളെയും കൊണ്ടുവരും. എന്തായാലും ടീമിനെ കൊടുക്കും. മറ്റ് പാർട്ടി പോലെ അല്ല. മറ്റ് പാർട്ടിയിൽ CPM എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മാറാറില്ല. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി വന്നെന്ന് വിചാരിച്ച് മൊത്തം ടീമിനെ ഒന്നും മാറാറില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ഷഫ്ലിങ് നടക്കാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ടീമേ അങ്ങ് മാറും. ഓഫീസ് സ്റ്റാഫ് എല്ലാം മാറും. മൊത്തത്തിൽ സ്റ്റാഫ് മാറും, പാറ്റേണേ മാറും. അപ്പോൾ അതുകൊണ്ട് പുതിയ ആളുകളായിരിക്കും. സംഘടനാ സെക്രട്ടറി പുതിയതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈസ് പ്രസിഡന്റ് പുതിയതായിരിക്കും. എല്ലാം ഒരു വളരെ സീരിയസ് ആയിട്ട് വേണ്ട 2-3 പേരെ ഉൾക്കൊള്ളുമായിരിക്കും. വളരെ സീനിയർ ആയിട്ടുള്ള ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, MD രമേശ്, അവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. വളരെ സീനിയറല്ലേ. ബാക്കി ടീമെല്ലാം അഴിച്ചു പണിയാനാണ് സാധ്യതയുള്ളത്. വിശ്വസ്തരെ വയ്ക്കുക. അങ്ങനെ പഴയ ടീമിനെ മുഴുവൻ ഒഴിവാക്കി പുതിയൊരു ടീമിനെ കൊണ്ടുവന്നാൽ അത് പഴയവർ അംഗീകരിക്കുമോ? പക്ഷെ കുറച്ച് പേർക്ക് മാറി കൊടുക്കേണ്ടി വരും അതിനകത്ത്. അങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിൽ, അങ്ങനെ ഉണ്ട്. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മീൻസ് അദ്ദേഹത്തിനൊരു കംഫർട്ട്, ഈ വേണ്ടപ്പെട്ടവരെന്നല്ല, ഒരു കംഫർട്ട് സോണുണ്ടല്ലോ. കംഫർട്ടായിട്ടുള്ള കുറച്ച് പേര് വയ്ക്കും. പിന്നെ പാർട്ടി പറയുന്ന കർശനമായിട്ടുള്ള RSS എന്നൊക്കെ പറയുന്ന കർശനമായിട്ടുള്ള ചിലർ അക്കോമഡേറ്റ്, അതാണ് ഞാൻ പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. MD രമേശ് അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകളെ കൃഷ്ണകുമാർ പാലക്കാട് നിന്ന് ഇങ്ങനെ 3-4 പേര് കാണും. ബാക്കി ഒരു മിക്സഡ് ആയിരിക്കും. പുതിയ ആളുകളെയും കൂടി ആയിരിക്കും അതിനകത്ത് വയ്ക്കുന്നത്. കാരണം അനീഷ് എല്ലാം പുതുമുഖമാണ്, ചെറുപ്പക്കാരനാണ്, നല്ല ഡൈനാമിക് ആയിട്ടുള്ള സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിജയം കാണിച്ചവരെല്ലാം വലിയ രീതിയിൽ BJP ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അല്ല, BJP വലിയ പരീക്ഷണം നടത്തുന്ന പാർട്ടിയല്ലേ. എപ്പോഴും പരീക്ഷണമാണല്ലോ അവർക്ക്. ഇപ്പോൾ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ രഥയാത്ര നടത്തിയ ആളാണ് ആര്? അദ്വാനി. എന്നിട്ട് പ്രധാനമന്ത്രി ആയില്ലല്ലോ. ഉപപ്രധാനമന്ത്രി പോലും ആക്കിയില്ലല്ലോ. വാജ്പേയിയുടെ കൂടെ ഉപപ്രധാനമന്ത്രി ആയിരുന്നു. എന്തായാലും മോഡിയുടെ കൂടെ ആക്കിയില്ലല്ലോ. നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ വെറും ഗുജറാത്ത് മുഖ്യമന്ത്രി എങ്ങനെയാണ് പെട്ടെന്ന് ഡൽഹിയിൽ ഇതാവുന്നത്? നമുക്കത് സങ്കല്പിക്കാൻ പറ്റുമോ? വേറെ പാർട്ടിയിലാണെങ്കിൽ ഒരിക്കലും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് BJP എന്ന് ഇപ്പം അണ്ണാമല തമിഴ്നാട് ഒരു IPS ഓഫീസറല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? പരിശീലനം നടത്തുന്നുണ്ട്. ഇപ്പം ഡൽഹിയിൽ ഒരു വനിതയല്ലേ, അവർക്ക് ജയിക്കുക, വോട്ട് പിടിക്കുക, വികസനം, ആ വേറൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും അവർ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. വലിയ പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. അതിലൊരു വലിയ പരീക്ഷണമാണ് ഇവിടുത്തെ ഒരു ഹൈടെക് പരീക്ഷണമാണ്. അങ്ങനെ ഒരു പുതിയ ടീമുമായി രംഗത്ത് വന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാകും. ഇന്നത്തേക്കാൾ വ്യത്യാസം വരും. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പം പിന്നെ ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന രാജീവ് ചന്ദ്രശേഖറിന് ലക്ഷങ്ങളിൽ നിന്ന് 15,000-ലേക്ക് ശശി തരൂരിനെ കുറയ്ക്കാൻ പറ്റിയെങ്കിൽ 35 ദിവസത്തെ പണിയല്ലേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. ഓൺലി 35 days, 35 ദിവസം കൊണ്ട്. അത് ചിലപ്പോൾ ഒരു 300 ദിവസം പുള്ളിക്ക് കിട്ടിയിരുന്നെങ്കിലോ വ്യത്യാസം വരും. അന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു സോക്കാളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിനല്ലാതെ സാധാരണ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. പക്ഷേ ഇന്നിപ്പോൾ പുള്ളിക്കാരൻ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇവർക്ക് 2 പ്രശ്നം കിടക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച്
വി മുരളീധരനെ ഉൾപ്പെടെ ലോഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും അവർ എന്ത് ചെയ്യാൻ പോകുന്നത്? നഗരസഭ പിടിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരസഭ പിടിക്കാനുള്ള പണികൾ ചെയ്യാൻ പോകുന്നത്. കിട്ടുമില്ല എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ ആ രീതിയിൽ അവർ വിഷൻ കാണുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റേറ്റിൻ്റെ കാര്യം. ഇപ്പോൾ സ്റ്റേറ്റിൽ അവർ മൊത്തം അധികാരത്തിലൊന്നും വന്നില്ലെങ്കിലും കുറേ സീറ്റ് പിടിക്കും. അധികാരത്തിൽ നിന്ന് വരാനുള്ള സാധ്യത കാണുന്നില്ല. ഒറ്റയടിക്ക് അധികാരത്തിൽ നിന്ന് വരാൻ സാധ്യത കാണുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു തൂക്ക മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കാനുള്ള ചില വോട്ട് പിടുത്തമൊക്കെ ചിലപ്പോൾ നടന്നുകൂടായികയില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം. കേരളത്തിൽ BJPക്ക് വളരണമെങ്കിൽ ഈ ഏതെങ്കിലും ഒരു മുന്നണി തകരണമല്ലോ. UDF ഏത് മുന്നണിക്കാണ് സാധ്യത? അത് UDFനാണ് സാധ്യതയുള്ളത്. UDFകാരാണ് കൂടുതൽ എപ്പോഴും ഇവിടെ വരുന്നത്. BJPയിലേക്ക് വരാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ്. മറ്റേത് അണ്ടർസ്റ്റാൻഡിങ് നടക്കുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ധാരണയാവും. ഇപ്പോൾ പിന്നെ ഏത് പാർട്ടി ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിൽ എന്തേ ഉള്ളൂ എന്ന്. പിന്നെ ഈ മൂല്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല രാഷ്ട്രീയത്തിൽ. പ്രായോഗിക രാഷ്ട്രീയമാണ്. അപ്പോൾ വോട്ട് ചെയ്താലും കുഴപ്പമില്ല, വോട്ട് ചെയ്തില്ലെങ്കിലും. പണ്ടായിരുന്നു അങ്ങനെ. അരിവാളിന് വോട്ട് ചെയ്യുന്ന ആൾ ഒരു കാരണവശാലും അകത്ത് കയറി വേറെ ആർക്കും ഇടിക്കില്ല, അരിവാളിനെ ഇടിക്കുള്ളൂ. കൈപ്പത്തിക്ക് ഇടിക്കുന്ന ആൾ ഒരു കാരണവശാലും വേറെ ആൾ വോട്ട് ചെയ്യത്തില്ല. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ടല്ലേ ഇത്രയും വോട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ സുരേഷ് ഗോപി അങ്ങനെ ജയിക്കും? സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റത്തില്ലല്ലോ. സുരേഷ് ഗോപി ജയിക്കണമെങ്കിൽ അവിടുത്തെ CPM-കാരും CPI-കാരും കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തിരിക്കണം. അങ്ങനെയല്ലേ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റും? രാജീവ് ചന്ദ്രശേഖരൻ ഇത്ര വോട്ട് പിടിച്ചങ്ങനെ, ശോഭാ സുരേന്ദ്രൻ ഇത്ര വോട്ട് പിടിച്ചങ്ങനെ, വി മുരളീധരൻ നെക്ക് ടു നെക്കായിരുന്നില്ലേ അടൂർ പ്രകാശുമായിട്ട്? എങ്ങനെ വോട്ട് പിടിച്ചത് വി മുരളീധരൻ? ഒരു ഘട്ടത്തിൽ ജയിക്കുന്ന സ്റ്റേജിലേക്ക് പോയില്ലേ എഴുതി കാണിക്കുമ്പോൾ, വോട്ട് റിസൾട്ട് വന്നപ്പോൾ? എങ്ങനെ കിട്ടിയത്? അടൂർ പ്രകാശ് ലാസ്റ്റിലേക്ക് രക്ഷപ്പെട്ടതല്ലേ? എങ്ങനെ പറ്റിയത്? ജനങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ജനങ്ങൾ വന്ന് വോട്ട് ചെയ്തിട്ടല്ലേ. അവരുടെ കമ്മ്യൂണിസ്റ്റുകാരെ വോട്ട് കിട്ടുന്നുണ്ട്, കോൺഗ്രസ്സുകാർ. പിന്നെ പാർട്ടി മാറുന്നതിലും ഇപ്പോൾ പ്രശ്നമില്ല. പണ്ടത് വലിയ വിഷയമായിരുന്നു. കോൺഗ്രസ്സിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ അത്രേ പോകുള്ളായിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല. BJP പോകും, BJPയിൽ നിന്ന് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, എല്ലായിടത്തും പോകും. സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ പോയി, മംഗലാപുരത്തുള്ള ഒരാൾ BJP പോയി, മധു, എല്ലാവരും പോകും. അങ്ങനെ രാഷ്ട്രീയത്തിന് ഇപ്പോൾ ഇവ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെയും കോർപ്പറേറ്റ് വികസന രാഷ്ട്രീയത്തിൻ്റെയും വികസനം രണ്ട് രീതിയിലുണ്ടല്ലോ. വെൽഫെയർ വേറെ, ഇത് വേറൊരു വികസന രാഷ്ട്രീയത്തിൻ്റെയും പുതിയ തലങ്ങളിലാണ് കേരളം കിടന്ന് കറങ്ങുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം നാളെ? ചിലപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത് പ്രത്യേക പ്ലാനിങ്ങോട് കൂടിയാണ് ആയിരിക്കും. കാര്യം പുള്ളി 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ബിസിനസ് മാനാണ്. അതിൽ സക്സസ് ആയ ആളാണ്. ഒരു ബിസിനസ് സക്സസ് ആയ ആളെന്ന് പറഞ്ഞാൽ നല്ല പ്ലാൻ വരയ്ക്കാൻ ഡിസൈൻ ചെയ്യാൻ ആളിനെ ചെയ്യാൻ പറ്റുള്ളൂ, രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ബിസിനസ്സിന്. അപ്പോൾ ബേസിക്കലി എഞ്ചിനീയറും കൂടെ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു പരിപാടി കാണും. അത് ക്ലച്ച് പിടിക്കില്ലെന്ന് പറയാനും പറ്റത്തില്ല, കുറേ ക്ലച്ച് പിടിക്കും. അങ്ങനെ ഇരിക്കെ തന്നെ ഈ സാറ് സൂചിപ്പിച്ചതുപോലെ UDF തകരുവാണെങ്കിൽ മറുഭാഗത്ത് LDF ഉണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ. LDF അതാ ഞാൻ പറഞ്ഞേ, യഥാർത്ഥത്തിൽ BJPക്ക് വരാൻ പറ്റില്ലെങ്കിൽ BJP ആഗ്രഹിക്കുന്ന എന്തായിരിക്കും? LDF വരട്ടെ എന്നായിരിക്കും. കാരണം എന്താണ്? ഒരു പ്രാവശ്യം LDF വന്നാൽ വീണ്ടും LDF ചീത്തയായി പോവുകയാണെങ്കിൽ നമുക്ക് സ്ഥാനം ഉണ്ടെന്നുള്ള അതാണല്ലോ പൊളിറ്റിക്സ്. അല്ലാതെ UDF വന്നു കഴിഞ്ഞാൽ വീണ്ടും LDF വെളിയിൽ നിൽക്കുമ്പോൾ അവർ വീണ്ടും ശക്തിയാവും. പ്രതിപക്ഷത്ത് നിന്ന് അവർ വീണ്ടും ശക്തിയാവും, സമരമൊക്കെ ചെയ്ത് അവർ ശക്തിയാവും. BJPക്ക് വീണ്ടും സീറ്റ് കുറയും. അതുകൊണ്ട് BJP കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ LDFനെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഇരുത്തിയിട്ട് UDFനെ നശിപ്പിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം ലീഗുണ്ട്, അവരെ കൂടെ നല്ല വോട്ടുള്ള ലീഗുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നല്ലൊരു വിഭാഗം. ലീഗിന്റെ ഒരു 10-30 സീറ്റ് അതാ ഞാൻ പറഞ്ഞു, അത്രയുണ്ട്. മലബാർ മേഖലയിൽ അവർക്ക് നേടിയാലും ബാക്കി സീറ്റ് നേടാനുള്ള കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് ആണ് നേടും. പിന്നെ കേരള കോൺഗ്രസ് ഉണ്ട് കുറച്ച്, തൊടുപുഴ ഭാഗത്തൊക്കെ വരുമ്പോൾ. അല്ല, അതേ ഈ സഖ്യകക്ഷികൾക്ക് ലിമിറ്റ് ഉണ്ടല്ലോ. കോൺഗ്രസ് തന്നെ നേടണം സീറ്റ്. കോൺഗ്രസിന് 20-ൽ നിന്ന് ഒരു 40-ലോ 50-ലോ പോയാൽ മാത്രമേ അധികാരത്തിൽ വരാൻ പറ്റൂ. അത്രേ പറ്റത്തുള്ളൂ. കോൺഗ്രസ് നല്ല ഹൈപ്പ് ഉണ്ടാക്കിയാലേ പറ്റും. ആ ഹൈപ്പ് BJP പിടിച്ചാൽ കോൺഗ്രസിന് ബുദ്ധിമുട്ട് വരും. അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നാലും കൂടെ അത്ഭുതമൊന്നുമില്ലെന്നേ. ഏത് അണ്ടർസ്റ്റാൻഡിങ്? CPM 5 സീറ്റോ 10 സീറ്റോ കണ്ണടച്ച് കൊടുത്തിട്ട് ദുർബല സ്ഥാനാർത്ഥികൾ നിർത്തി BJPക്ക് സീറ്റ് കൊടുത്താൽ വന്നുകൂടാ എന്നൊന്നുമില്ല. പൊളിറ്റിക്സിൽ എല്ലാം സാധ്യമായ സ്ഥലമാണ് ഇവിടെ രാഷ്ട്രീയം. കേരളം എന്നല്ല, രാഷ്ട്രീയം എല്ലാം സാധ്യമായ സ്ഥലമാണ്. ഒന്നിനും ഒരു അസാധ്യതയുള്ള സ്ഥലമല്ല രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ബാലപാഠം. അല്ല, ആദർശ രാഷ്ട്രീയമൊക്കെ ചുമ്മാ പറയുന്നതാണ്. അത് പണ്ട് പറഞ്ഞിരുന്നു, അതിനൊന്നും ഇപ്പം കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.